ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ്. പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ചിത്രം നേടിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ മഞ്ഞുമൽ ബോയ്സ് ചർച്ചയായി മുന്നേറുന്നതിനിടയിൽ ഇപ്പോൾ സിനിമയെയും മലയാളികളെയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ എത്തിയിരിക്കുകയാണ്. പല മലയാള സിനിമകളെയും പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് ജയമോഹൻ പറയുന്നത്. ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്ക് അടിമകളായ ഒരു കൂട്ടമാണെന്നും ജയമോഹൻ പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് കുടികാര പുറക്കികളിൻ കൂത്താട്ടം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ബ്ലോഗിലാണ് മലയാളികളെയും മഞ്ഞുമൽ ബോയ്സിനെയും ജയമോഹൻ അധിക്ഷേപിക്കുന്നത്. മാർച്ച് 9 ബ്ലോഗ് പ്രസിദ്ധീകരിച്ചത്. ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനിലയാണ് മഞ്ഞുമൽ ബോയ്സിലും കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി നോക്കാം. മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു. കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല. സൗത്ത് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്ഥിതിയാണ് പങ്കിടുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല, കാടുകളിലും അവർ എത്താറുണ്ട്. മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണ് അത്. മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ കുറഞ്ഞത് 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിലായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടല്ലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക. വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം. അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു. അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ കുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു. ഓരോ വർഷവും കുറഞ്ഞത് 20 ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാല് വ്രണപ്പെട്ട് ചരിയുന്നുണ്ട്. അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആനവൈദ്യൻ മലയാളത്തിലും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ്. അടിയല്ലാതെ അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു. ഏത് കല്യാണത്തിനും ഈ മദ്യസംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു. പന്തലിൽ തന്നെ ഛർദിക്കുന്നവരും കുറവല്ല. വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ഛർദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്രബിന്ദു. കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത് മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത്. ഒഴിവു നേരത്തെ കിളി, വെടിക്കെട്ട്, ജല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിലിറങ്ങി ലഹരിയും മയക്കുമരുന്നും വേശ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു. ഇവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ്. ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു. കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം. തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീചന്മാരോ ആയി കണക്കാക്കും. വാണിജ്യ സിനിമ ഒരു കലയല്ല. പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു. അതിന് ഒരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത്. ആ ദാരിദ്ര്യം ബൗദ്ധികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അധപതിപ്പിക്കും. ഇങ്ങനെയുള്ള കടുത്ത വിമർശനങ്ങളാണ് ജയമോഹൻ തന്റെ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ നാണം കെടുന്നത് മലയാളികളാണ്, അല്ലെങ്കിൽ കേരള സംസ്ഥാനം മുഴുവനായാണ്. ജയമോഹൻ ഈ ബ്ലോഗിലൂടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവം തന്നെയാണ്. പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ കേരളത്തിന്റെ അതിർത്തി വിട്ടു പോകുന്ന പല മലയാളികളും ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളോ ചെറുപ്പക്കാരോ ചെയ്യുന്നതിനൊക്കെ അധിക്ഷേപിക്കപ്പെടുന്നതെന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമാണ്. കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ എത്തുന്ന പല മലയാളികളുമുണ്ട്. കേരളം വിട്ട് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ എത്തി അവിടുത്തെ പ്രകൃതി ഭംഗിയും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് യാതൊരു പ്രശ്നവും കൂടാതെ തിരിച്ചെത്തുന്ന പല കുടുംബങ്ങളുമുണ്ട്. അവരെ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ബാധിക്കുന്നത്.
മഞ്ഞുമൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനെ ഒരു ചിത്രമായി മാത്രം അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയായി മാത്രം കാണാം. എന്നിരുന്നാൽ പോലും ഒരു സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അത്രത്തോളം വലുതാണ്. നമുക്കറിയാം, ദൃശ്യം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ വരെ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഈ ഒരു ചിത്രം ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായും അത് ഏറെ ജനങ്ങളിലേക്ക് എത്തും. അതെല്ലാം തന്നെ ഈ ഒരു ചിത്രം ഉണ്ടാക്കുന്ന സ്വാധീനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഓരോ സീനുകളും അതിലെ എല്ലാ ഘടകങ്ങളും തന്നെ ഓരോ പ്രേക്ഷകനെയും സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ജയമോഹൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ബ്ലോഗിലൂടെ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ജയമോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ എഴുത്തുകാരനല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വരികളിലൂടെ എല്ലാം തന്നെ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ തക്കവണ്ണം കെൽപ്പുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് ജയമോഹൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം.